ഓക്കെ, നബ്ദ, നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഇന്ന് പ്രനൗൺസ് ആണ് അല്ലേ? സോ ഒന്ന് നമുക്കറിയാം, അന. അന അല്ലേ? അന എന്ന് പറഞ്ഞാൽ ഐ. ഐ. പിന്നെയാണ് ഇൻത. ഇൻത എന്ന് പറഞ്ഞാൽ നീ, മെയിലാണ്, ആണ് അല്ലേ? നീ. ഇൻത. ഇൻതി, യു, ഫീമെയിൽ. ഓക്കെ. ഇൻതും, നിങ്ങളെല്ലാവരും അല്ലേ? യു ഓൾ. ഓക്കെ. നെക്സ്റ്റ് ഹുവ. ഹുവ മീൻസ് ഹി. ഹി. ആൻഡ് ഹിയ, ഷി ഷി. അല്ലേ? അവൾ. നമുക്ക് അവളെ കുറിച്ച് പറയണമെങ്കിലൊക്കെ നമുക്ക് ഹിയ എന്നുള്ള വേർഡ് അറിയണം അല്ലേ? ഇനി ഹും. ഹും എന്ന് പറയുമ്പോൾ അവർ. ഓക്കെ, അവർ. പിന്നെ നെഹ്നു. നെഹ്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ? നെഹ്നു അല്ലെങ്കിൽ ഹന്ന എന്നും പറയും. ഓക്കെ. ഇനി നമുക്ക് ചെറിയ സെന്റൻസുകൾ നോക്കാം. ഓക്കെ. സോ നമുക്കറിയാം എന്ത്? ഐ ആം ബിസി. ഇപ്പം നിങ്ങൾ പറഞ്ഞു അല്ലേ? ഞാൻ ബിസി ആയിരുന്നു, അല്ലെങ്കിൽ ഐ ആം ബിസി. എങ്ങനെ പറയും? അന മഷ്ഊൽ. അന അന മഷ്ഊല. മഷ്ഊല. ഫീമെയിൽ ആയതുകൊണ്ട് അന മഷ്ഊല അല്ലേ? ഞാൻ ബിസിയാണ്. ആണാകുമ്പം അന മഷ്ഊൽ. ഇനി ഞാൻ ഫ്രീ ആണെന്ന് എങ്ങനെ പറയാ? എങ്ങനെ പറയാ അറിയില്ല. ഐ ആം ഫ്രീ എന്നുള്ളത്? ഫ്രീ അറിയില്ല. ഫ്രീന്റെ വേർഡ് ഫാലി കേട്ടുണ്ടോ? ഫാലി. ഇല്ല. അനഫാലി. അനഫാലി പെണ്ണാകുമ്പം അനഫാലിയ. അനഫാലിയ. ഫാലിയാണ് ഫ്രീ കേട്ടോ. ഫാദി. അപ്പം അനഫാലിയ. ഓക്കെ, ഞാൻ ഫ്രീ ആണ്. അപ്പം അന മഷൂല അനഫാലിയ, അല്ലെങ്കിൽ അന മഷൂൽ അനഫാലി. ഫ്രീക്ക് ഫാലി എന്നാട്ടോ പറയാം. ഓക്കെ. സോ അന. ഇനി ഇൻത അല്ലേ? നീ ബിസിയാണ് അല്ലേ? യു ആർ ബിസി. അപ്പം എങ്ങനെ പറയും? ഇന്ത മഷ്ഊല. ഇൻത മഷൂൽ അല്ലേ? നീയാകുമ്പം. ഇനി ഇൻതി ആകുമ്പോഴോ? പെണ്ണിനോട് പറയാണ് ഇന്തി മഷ്ഊല. ഇൻതി മഷൂല. ഓക്കെ. സോ ഇൻത മഷൂൽ, ഇൻതി മഷൂല. ഓക്കെ. ഇനി ഇൻതും. ഇൻതും എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലേ? അപ്പം നമ്മൾ പ്ലൂറൽ ആകുമ്പം അതിൻ്റെ എൻഡിൽ ഊൻ എന്ന് ചേർക്കണം. മഷൂലൂൻ അല്ലേ? ഇൻതും മഷ്ഊലൂൻ. മഷൂലൂൻ. നമ്മൾ ഇമോഷൻസ് ഒക്കെ പഠിച്ചില്ല? നഹ്നു താബാനീൻ എന്ന് പറഞ്ഞു പ്ലൂറൽ ആയപ്പോൾ അല്ലേ? ഓർമ്മയുണ്ടോ? അതുപോലെ മഷൂലീൻ അല്ലെങ്കിൽ മഷൂലൂൻ ഏതും പറയാം. പ്ലൂറൽ ആകുമ്പം ഒരു ഈൻ അല്ലെങ്കിൽ ഊൻ. സംസാരത്തിൽ ഈൻ എന്നാണ് പറയുക. സോ ഇൻതും മഷൂലീൻ, നിങ്ങളെല്ലാവരും ബിസിയാണ് അല്ലേ? ഇൻതും ജവാനീൻ, നിങ്ങളെല്ലാവരും എന്താണ്? എന്ത് ജവാൻ? ഹംഗ്രി. ആ, ഹംഗ്രിയാണ്. സോ ഇൻതും ആകുമ്പോൾ ഈൻ എന്ന് ചേർക്കണം. അതുവരെ ക്ലിയർ ആണോ? ക്ലിയർ. നെക്സ്റ്റ് ഹുവ. അവൻ. ഹി ഇസ് ബിസി. അഗൈൻ ഹുവ മഷൂൽ. ഹുവ മഷൂൽ. ഇനി അവളാകുമ്പോഴോ? ഷി ഇസ് ഹിയ ബിസി. മഷ്ഊല. ഹിയ മഷൂല. ഓക്കെ. നെക്സ്റ്റ് ഹും. ഹും ആകുമ്പോൾ വീണ്ടും പ്ലൂറലായി അല്ലേ? സോ ഹും മഷൂലീൻ. മഷ്ഊലീൻ. ഹും മഷൂലീൻ. ഓക്കെ. ഇപ്പം നമ്മളെല്ലാം പറഞ്ഞു അല്ലേ? സോ ഈ 8 പ്രൊനൗൺസ് ക്ലിയർ ആണോ? ഓക്കെ, തമാം. സോ ഏതൊക്കെയാണ് 8 പ്രൊനൗൺസ്? അന, ഇന്ത, ഇന്തി, ഹുവ, ഹിയ, ഹും, നഹ്നു, പിന്നെ അൻതും. അൻതും അല്ലെങ്കിൽ ഇൻതും. ഇൻതും ഇൻതു. സംസാരത്തിൽ ഇൻതു അല്ലെങ്കിൽ ഇൻതും എന്നാ പറയാട്ടോ. ഇനി ഐ ആം ടയേർഡ് ടുഡേ എങ്ങനെ പറയും? നിങ്ങൾ അന താബാന. ആ, ടുഡേ കൂട്ടി പറയും, എല്ലാം കൂടെ പറയൂ. അന താബാൻ. അല്യൗം അന താബാന. അലിയോം അന താബാന. നെക്സ്റ്റ് വൺ. ഹി ഈസ് ഫാസ്റ്റ് അറ്റ് വർക്ക്. ഹുവ ആ, ഫാസ്റ്റിന് എന്താ പറയാ? സുറ അല്ല. സുറ ഫാസ്റ്റ് അല്ല. സെരിയർ ഫിഷോൾ. സെരിയർ ആണ് കേട്ടോ. സെരിയർ. സുറ എന്നുള്ളത് തന്നെയാണ് സെരിയർ. ഓക്കെ. ഹുവ സെരിയർ ഫിഷോൾ. ഓക്കെ, നമുക്ക് അതിൻ്റെ മുന്നേ ഇപ്പം സെരിയർ എന്നുള്ള കുറച്ച് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഒന്ന് പഠിക്കാം അല്ലേ? അത് പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം അതിൻ്റെ കുറച്ച് അജക്റ്റീവ്സ് പഠിക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ. അജക്റ്റീവ്സിൻ്റെ മോഡ്യൂൾ വായിച്ചിരുന്നോ? അഡ്ജക്റ്റീവ്സ് ഇല്ല, വായിച്ചിട്ടില്ല. ഇല്ലല്ലേ? ഇങ്ങനെ സ്ലോ, ഫാസ്റ്റ് ഒക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. സോ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നിങ്ങൾ ഡെയിലി യൂസിലൊക്കെ വരുന്ന വേർഡ്സുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. സോ തഷു ഫഷാഷ. ഓക്കെ. സോ ന്യൂക്ക് എന്താ പറയാ നമ്മൾ? പുതിയത്.
ജദീദ്. ജദീദ് ഓൾഡ് ആകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖദീം. ഗദീം അല്ലേ? ഹാദാ മലാബിസ് ഗദീം, ഇത് പഴയ ഡ്രസ്സാണ്. ഇനി ഡ്രസ്സാണ്. കംഫർട്ടബിൾ ആണ് എന്ത്? മുർത്താഹ്. മുർത്താഹ്. മുർത്താഹ്, കംഫർട്ടബിൾ, മുർത്താഹ്. ഇനി സ്ലോ, സ്ലോ ആണെന്ത്? ബത്വീ. ബത്വീ ആണ് സ്ലോ അല്ലെ? ബത്താന്ന് കേട്ടിട്ടുണ്ടോ? ഡക്കിന് ബത്താന്നാ പറയാ അല്ലേ? കാരണം അതെന്താണ്? സ്ലോ ആയിട്ട് പോണ ആളാണ് അല്ലേ? ബൊത്തി. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, സോ ബത്തി ആണെന്ത്? സ്ലോ. ഇനി മുറത്തബ്. മുറത്തബ് എന്ന് പറഞ്ഞാൽ എന്താ? തർത്തീബൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണെന്ത്? മുറത്തബ്. അതെന്നുള്ളത് തന്നെയാണ് തർത്തീബ്, മുറത്തബ് എന്നൊക്കെ പറഞ്ഞാൽ അടക്കി വെച്ചത് അല്ലേ? നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പറയും മുറത്തബ്. ഓക്കെ, അല്ലെങ്കിൽ തർത്തീബ് എന്ന് പറയാം. ഇനി വിസഹ്. വിസഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺക്ലീൻ, ഡേർട്ടി ആയത്. എന്താണ്? വിസഹ്. ഓക്കെ, ഡേർട്ടി. പഠിക്കണേ. ശരിയ നമ്മൾ പഠിച്ചു ഇപ്പൊ അല്ലേ? ശരിയ എന്താണ്? ഫാസ്റ്റ് ആണ് അല്ലേ? ഹലോ. ഹലോ എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ്. എന്താണ്? ഗുഡ്, അടിപൊളി. സ്വീറ്റിനും ഒക്കെ നമ്മൾ ഹലോ എന്ന് പറയും. ഹലോ. ഓക്കെ, സ്വീറ്റ് അല്ലെങ്കിൽ നന്നായി എന്നുള്ളതിനൊക്കെ പ്രൈസ് ചെയ്യാനോ നമ്മൾ എന്ത് പറയും? ഹലോ. മറ ഹലോ ഹാദാ മലാബിസ് മറ ഹലോ, ഇത് നല്ല രസമുണ്ട് ഈ ഡ്രസ്സ്. ഓക്കെ, അതുപോലെ സ്വീറ്റിന് നമ്മൾ ഹലോ എന്ന് പറയും. ഹലുവ, ഹലുവ എന്നുള്ള നമ്മൾ ഹലുവൊക്കെ അറിയില്ലേ? അതുപോലെ തന്നെ ഹലോ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്. നല്ലത് അത് തന്നെയാണ്. ഇനി മറ. ഇത് മുറാണ്. മുറ എന്ന് പറയുമ്പോൾ കയ്പ്. ബിറ്റർ ആണ് എന്ത്? മുറ. മുറ. ഓക്കെ, മുറ. മറവേരി. മറവേരി, ഇത് മുറാണ്, കയ്പുള്ളത്. ഇനി ഗബീഹ്. ഗബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്ലി ആയിട്ടുള്ള, മോശമായിട്ടുള്ള ക്യാരക്ടറൊക്കെ ഉള്ള ആളാണ് ഒരു ഗബീഹ്. ഓക്കെ, ഗബീഹ്. തൊവീൽ നിങ്ങൾക്കറിയാം. എന്താണ് തൊവീൽ? ലോങ്. ടോൾ അല്ലേ? ഗസീർ. ഷോർട്ട് അല്ലേ? ഗസീർ. അതിന്റെ തൊവീലിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഗസീർ. ഓക്കെ, കെബീർ. ബിഗ്. ബിഗ് അല്ലേ? അക്ബർ. അപ്പൊ ബിഗ് ആയിട്ടുള്ള ആളാണ് ആര്? അക്ബർ അല്ലേ? അക്ബർ. അപ്പൊ ഒക്കെ ഇങ്ങനെ ഇത് വരും. അപ്പം അക്സർ അല്ലേ? കസീർ, അക്സർ. അങ്ങനെ കണക്ഷൻ വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഇനി സംസാരത്തിലൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, സഗീർ അല്ലേ? നമ്മൾ പഠിച്ചു. ബത്തീ പഠിച്ചു. നളീഫ്. യെസ്, നളീഫ് എന്താണ്? ക്ലീൻ. ക്ലീൻ അല്ലേ? ഉനല്ലിഫ് എന്ന് പറഞ്ഞാൽ ഐ ക്ലീൻ. ഓക്കെ, അപ്പോൾ വെർബായിട്ട് വരും. ഉനല്ലിഫ് എന്നാകുമ്പം വെറും ക്ലീൻ ആണെങ്കിൽ നളീഫ് അല്ലേ? ഹാദ ഉർഫ നളീഫ അല്ലേ? ഈ റൂം എന്താണ്? നല്ല ക്ലീൻ ആണ്. ഇപ്പോൾ ഉർഫ ആകുമ്പോൾ നളീഫ എന്ന് പറയണം. ഉർഫ ഫെമിനൈൻ ആയതുകൊണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അല്ലേ? നൗൺസ് ഫെമിനൈൻ ആകുമ്പോൾ അജക്റ്റീവ്സും ഫെമിനൈൻ ഫോം എടുക്കും. ഓക്കെ, ഉർഫ നളീഫ. ഓക്കെ, ഇനി മുത്തസിഹ്. മുത്തസിഹ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി, ചളിയുള്ളത്. മുത്തസിഹ് അല്ലേ? അൽ ഗമീസ് മുത്തസിഹ്. ഷർട്ട് എന്താണ്? മുത്തസിഹ് ആണ്. ഓക്കെ, മുത്തസിഹ്, ചളി പുരണ്ടത്. ഇനി മൽബൂത്ത്. മൽബൂത്ത് പറഞ്ഞാൽ എക്സാക്ട്. ഇപ്പൊ നമ്മൾ ടൈം കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ബിൽ വബത്ത് എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? എക്സാക്ട്. എക്സാക്ട്ലി എത്രയാണ് ടൈം? അവിടെ നിന്നുള്ളത് തന്നെയാണ് എന്ത്? മൽബൂത്ത് അല്ലേ? പെർഫെക്റ്റ് അല്ലെങ്കിൽ എക്സാക്ട്. അതേപോലെ നിങ്ങൾ വരച്ചതൊക്കെ മൽബൂത്ത്, എക്സാക്ട്ലി ദ സെയിം. അല്ലെങ്കിൽ ഷക്കൽ അല്ലേ? ഫേസ് ആരാണ്? ഷക്കൽ. മൽബൂത്ത് എന്താണ്? ഉമ്മനെ പോലെ എന്താണ് നമ്മൾ പറയില്ല? എക്സാക്ട് ഫേസ് ആണെന്നൊക്കെ പറയില്ലേ? അപ്പൊ അവിടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മൽബൂത്ത് യൂസ് ചെയ്യണം. ഓക്കെ, ഗവിയ്. ഗവിയ് ആരാണ്? സ്ട്രോങ് അല്ലേ? ശക്തിയുള്ളതാണ് ആര്? ഗവിയ്. പിന്നെ ലഗീഫ്. ലഗീഫ് എന്ന് പറഞ്ഞാല് വീക്ക് ആയിട്ടുള്ള ആള്. ലഗീഫ്. ഓക്കെ, സോ ഗവിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ലഗീഫ്. ശരിയാണ്, നമ്മൾ പഠിച്ചു അല്ലേ? ഫാസ്റ്റ്. ബത്തി, സ്ലോ, റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അല്ലേ? അലീം. അലീം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. ഓക്കെ, ഇനി ഗാലി. ഗാലി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഗാലി? കേട്ടിട്ടുണ്ടോ? എക്സ്പെൻസീവ്. നമ്മൾ ഗ്രീറ്റിംഗ്സിലും പഠിച്ചു അല്ലേ? കേഫ് ഹാലക് യാ ഗാലി അല്ലേ? നമ്മൾ ഒരാളെ പ്രൈസ് ചെയ്ത് ഭയങ്കര ഇതിൽ ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? എന്താണ് വിശേഷം? യാ ഗാലി എന്നൊക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ മുദീറൊക്കെ അറബ്സൊക്കെ ആണെങ്കിൽ എങ്ങനെ ചോദിക്കണം? നിങ്ങൾ യാ ഗാലി എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, നല്ല അവരെ നമ്മൾ ടോപ്പാക്കി പറയാണ്. കേഫ് ഹാലക് യാ ഗാലി അല്ലെ? ഷുഖ്ബാറക് യാ ഗാലി. ഓക്കെ, അതാണ് വില കൂടിയത്. റഹീസ് ആണ് എന്ത്? വില കുറഞ്ഞത്, ചീപ്പ് അല്ലേ? ചീപ്പ്, റഹീസ്. അപ്പം ഗാലിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റഹീസ്. ഇനി ഷുജാ. റഹീസ്. റഹീസ്.
ഓക്കെ, നെക്സ്റ്റ് ഷുജാ. ഷുജാ എന്താണ്? ധീരന്. പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ഷുജാ എന്നുള്ള ധീരനായിട്ടുള്ള ആരാണ്? ഷുജാ. ഓക്കെ, ഇനി ആമിള്. ആമിള് നിഗൂഢമായിട്ടുള്ള ആള് അല്ലേ? ആമിള്. നെക്സ്റ്റ് അസബി. അസബി ആരാണ്? കേട്ടിട്ടുണ്ടോ? പരിഭ്രമിച്ച ആള്. ഓക്കെ, പരിഭ്രമമാണ് അസബി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് മേക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർമ്മയിൽ വരും. ഓക്കെ, ഹാദി. ഹാദി എന്നുള്ള പേരുണ്ട് അല്ലെ? ശാന്തമായ സ്വഭാവക്കാരനാണ് ഹാദി. ഹാദിയൊക്കെ Hadi. കേട്ടിട്ടുണ്ടോ? കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? ഹാദിയ. പെണ്ണാകും. ആണാകുമ്പോ ഹാദി. ഓക്കെ, ആളുകൾ എന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്താ ഒരു ഒബ്ജക്റ്റിനെ പറയുകയാണെങ്കിലൊക്കെ നമുക്ക് ഹാദി എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ജമീൽ ഷക്കൽ. അല്ല, ഷക്കൽ എന്താണ്? രൂപം. ജമീൽ Bang. ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഭംഗിയുള്ള ആളെ നമ്മൾ എന്ത് പറയും? ജമീൽ ഷക്കൽ. Jamil അല്ലെ, Shakal. ഭംഗിയുള്ള ആളുകൾ. ഇനി ഭംഗിയില്ലാത്തവരാണെങ്കിൽ ഗബീഹ് ഷക്കൽ. ഓക്കെ, ആളുകളെ നല്ല കേട്ടോ. നമ്മൾ ആളുകൾ ഒരിക്കലും ഭംഗിയില്ലാത്തവരെന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ഗബീഹ് ഷക്കൽ. അല്ലെ, ഷക്കൽ എന്താണ്? രസമല്ല കാണാന്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നോക്കൂ, ഇനി കുറച്ച് എക്സാമ്പിൾ. യെസ്, ഹി ഈസ് സ്മാർട്ട്. സ്മാർട്ട് ആണ് എന്ത്? ദക്കീ. ദക്കീ. സോ ഹി ഈസ് Okay. സ്മാർട്ട് എന്ന് എങ്ങനെ പറയാം? Ida? ഹി ഈസ് സ്മാർട്ട്. Huwa Zaki. ഹുവ ദക്കീ. പിന്നെ മൈ സൺ ഇസ് സ്മാർട്ട്. Um, Waladi Zaki. ദക്കീ. ഓക്കെ, ഇനി ദിസ് ഈസ് എ യൂസ്ഫുൾ ബുക്ക്. അപ്പോൾ യൂസ്ഫുൾ ആണ് മുഫീദ്. ഓക്കെ, Mufid. സോ ഹാദ കിതാബ് മുഫീദ്. അല്ലേ, ദിസ് Mufid. ബുക്ക് ഇസ് യൂസ്ഫുൾ. മുഫീദ എന്നുള്ള പേരുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ? യെസ്, ഹാദ കിതാബ് മുഫീദ്. ഇനി നെക്സ്റ്റ്, ഐ റീഡ് ഇൻ എ കാം ആൻഡ് ക്വൈറ്റ് റൂം. അല്ലെങ്കിൽ ഐ വർക്ക്. അല്ലേ, ഐ വർക്ക് ഇൻ എ കാം ആൻഡ് ക്വൈറ്റ് റൂം. എങ്ങനെ പറയും? الشغل. അഷ്തഗിൽ. അഷ്തഗിൽ. أشتغل في غرفتي ഫി ഉർഫ. كامل ഫി ഉർഫ ഹാദിയ. ഓക്കെ, ഫി ഉർഫ هادية. ഹാദിയ. ഉർഫ ഫെമിനൈൻ ആയതുകൊണ്ട് ഹാദിയ. അല്ലെ, അവിടെയാണ് നമുക്ക് അപ്പൊ ഹാദിയ വേണം അല്ലേ? ഐ ലൈക്ക് കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ്. എങ്ങനെ പറയും? أحب ആ مكان യെസ്, അഹ്സൻത്. هادي. ഹാദിയ. അല്ലേ, മക്കാനാവുമ്പോ ഹാദി. മക്കാൻ മസ്കുലാനല്ലേ? ഉഹിബ്ബു മക്കാൻ ഹാദി. അല്ലേ, هادي. എനിക്ക് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലം ഇഷ്ടമാണ് അല്ലേ? ഇനി നീ വിശാലമായ സ്ഥലത്ത് നിൽക്കുന്നു. أنت നിൽക്കുന്നു എന്നുള്ളത് യു സ്റ്റാൻഡ് അല്ലെങ്കിൽ യു ആർ ആ ഒരു സ്ഥലത്താണെന്നുള്ളത് വാഗിഫ് എന്ന് പറയാം. ഓക്കെ, വാഗിഫ്. വഗിഫ് ഒക്കെ കേട്ടില്ലേ? സ്റ്റോപ്പ്. വഗിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്, മൂവ് ചെയ്യാതെ നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറയാം അല്ലെ? വിശാലമായ ഒരു സ്ഥലത്താണ് എന്ത് നീ നിൽക്കുന്നത്. നമ്മൾ പറയില്ലേ, എൻ്റെ സ്ഥലം അടിപൊളിയാണ്, ഭയങ്കര വിശാലതയാണ് നീ നിൽക്കുന്ന സ്ഥലത്ത് എന്നൊക്കെ പറയില്ലേ? അതേ സംഭവം തന്നെയാണ്. സോ ഇൻ തവാഗിഫ് ഫി മക്കാൻ വാസിഅ. വാസിഅ എന്നത് വിശാലമായത്, വാസിഅ. അപ്പൊ അതൊക്കെ അറിയാനാണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. ഇനി ദിസ് ചെയർ ഈസ് കംഫർട്ടബിൾ. هذا كرسي നമ്മൾ കംഫർട്ടബിൾ മുർത്താഹ് എന്ന് പഠിച്ചു അല്ലേ? പക്ഷെ ഈ മുർത്താഹ് ഒരു വ്യക്തി കംഫർട്ടബിൾ ആകുമ്പോഴാണ് നമ്മൾ മുർത്താഹ് യൂസ് ചെയ്യുക. ഒബ്ജക്റ്റുകളൊക്കെ കംഫർട്ടബിൾ ആണ് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ മുരേഹ് എന്നാണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? അല്ലേ, അന മുർത്താഹ, ഞാൻ കംഫർട്ടബിൾ ആണ് അല്ലേ? അവർ അങ്ങനെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുർത്താഹ് യൂസ് ചെയ്യും. സാധനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കംഫർട്ടബിളിന് മുരേഹ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹാദ കുർസി മുരേഹ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർ ആണ് അല്ലേ? ഇനി ഐ വാച്ച്ഡ് എ അടിപൊളി ഫിലിം കണ്ടു അല്ലേ? ഐ വാച്ച്ഡ് എ അമേസിങ് ഫിലിം. അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം ഞാൻ വാച്ച് ചെയ്തു. അപ്പം ഐ വാച്ച്ഡ് എന്നാണെങ്കിൽ ഐ സോ എന്നാണെങ്കിൽ നമ്മൾ അഷൂഫ് ഐ സി ആണ്, അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? ഷുഫ്ത്. എൻഡിൽ താ കൊടുക്കുക. അന ഷുഫ്ത്, ഞാൻ കണ്ടു. അന റഹ്ത്, ഞാൻ പോയി. അന ഗുൽത്ത്, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ പാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡിൽ ത് ചേർക്കണം, ഫസ്റ്റ് ആ ഒഴിവാക്കണം. ഓക്കെ, സോ ഐ വാച്ച്ഡ് അന ഷുഫ്ത്
ഫിലിം മുമത്യ ആണെന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇനി അടിപൊളി എന്ന് പറയണമെങ്കിൽ നമുക്ക് മുംതാസ് എന്ന് പറയാം. മുംതാസ്. ഫിലിം മുംതാസ് അടിപൊളിയായിരുന്നു അല്ലെ. ഹാദ ഫിലിം മുംതാസ് അല്ലെങ്കിൽ ഹാദ ഫിലിം മുമത്യ, അടിപൊളി രസകരമായിട്ടുള്ളൊരു ഫിലിം ആയിരുന്നു അല്ലേ. ഇനി ഐ ലിവ് ഇൻ എ കാം ആൻഡ് ക്വൈറ്റ് നെയ്ബർഹുഡ്. أنا أسكن في neighborhood ജാ വെച്ചെന്തോ വരുന്നില്ലേ? ജാണോ? നമ്മൾ 3 പഠിച്ചിരുന്നു നെയ്ബർഹുഡിന് അല്ലേ. ഏതൊക്കെയായിരുന്നു? നെയ്ബർഹുഡ് ഏതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടോ? നെയ്ബറും നെയ്ബർഹുഡും ഡിഫറെന്റ് ഉണ്ട്. അതായത് ഏരിയ എന്ന രീതിയിലാണ് നമ്മൾ ഫരീജാണ്. ആ ആ ഫരീജ്. അതുപോലെ തന്നെ നമ്മൾ ഹയ്യ പഠിച്ചു ഹയ്യ അല്ലേ. പഠിച്ചു. പിന്നെ ഏരിയ എന്നുള്ളത് നമ്മൾ മൻതഖ എന്നും പഠിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഹയ്യാണ് ഉപയോഗിച്ചത്. സോ അന സാകിന ഫി ഹയ്യി ഹാദി അല്ലേ, അല്ലെങ്കിൽ അന അസ്കുൻ ഫി ഹയ്യി ഹാദി. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നല്ല ഹാദി ആയിട്ടുള്ളൊരു ഹയ്യാണ്, ഒരു നെയ്ബർഹുഡാണ്, ഒരു പ്രദേശമാണ്. ഓക്കെ, നെക്സ്റ്റ്. ദിസ് ബോയ് ഇസ് സ്ട്രോങ്. ഹാദാ വലതും ഗവിയും. ഹാദാ വലത് ഗവിയ്. സോ ഇത് ക്ലിയർ ആയപ്പോ നമ്മൾ അഡ്ജക്റ്റീവ്സ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് നോ സം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ എങ്ങനെ ഇത് പഠിക്കുക? നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കണം അല്ലേ. അപ്പൊ നിങ്ങൾ ഓരോ ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലേ, അപ്പൊ ഞാൻ നല്ല സ്മാർട്ടാണ് അല്ലേ, നിങ്ങൾ നല്ല സ്മാർട്ടല്ലേ നിങ്ങളെ വർക്കില്. സോ ഐ ആം വെരി സ്മാർട്ട് അറ്റ് വർക്ക് എങ്ങനെ പറയും? أنا ഷാത്തിറാണ് സ്മാർട്ട്. ഓക്കെ, ദക്കി എന്നും പറയാം, ഷാത്തിർ എന്നും പറയാം. ഓക്കെ, സോ അപ്പൊ അന ഷാത്തിറ ഫി ഷുഗൽ. ഓക്കെ, സക്കിയും സ്മാർട്ട് തന്നെ. അതൊക്കെയും സ്മാർട്ട് തന്നെയാണ്, ഇന്റലിജന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, രണ്ടും സ്മാർട്ട് തന്നെയാണ്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അനദക്കിയ ഫിഷോൾ അല്ലേ, അല്ലെങ്കിൽ അന ഷാത്തുറ. അതും നിങ്ങൾക്ക് അറിയണം കേട്ടോ, ഷാത്തിർ അല്ലെ. സംസാരത്തിലൊക്കെ ഷാത്തിർ എന്ന് നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. ഷാത്തുറ എന്നാണ് ഫീമെയിൽ സ്മാർട്ട് ആണെങ്കിൽ പറയാം, പക്ഷെ സംസാരം ഷാത്തുറ എന്നേ കേൾക്കുള്ളൂ, ഷാത്തുറ. ഓക്കെ, ഇപ്പൊ ഷാത്തിർ ഷാത്തിറ പേരുണ്ട് തോന്നുന്നു അല്ലെ. ഷാത്തിർ എന്ന് പറഞ്ഞ പേരുണ്ടോ? ഷാക്കിർ ഉണ്ട്. ഷാക്കിർ ഉണ്ട് അല്ലേ. അതെ, ഷാക്കിറാണുള്ളത്, ഷാത്തിറില്ല. അപ്പൊ ഷാത്തിറാണ് എന്ത് സ്മാർട്ട് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശുക്രുള്ള. അതന്നെ, ഗ്രേറ്റ്ഫുൾ. ശുക്രൻ, മഷ്കൂർ, ഷാത്തിർ, അതൊക്കെ ഷാക്കിർ ഒക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഗ്രേറ്റ്ഫുൾ എന്നുള്ള മീനിങ് ആണ് ഷാക്കിർ എന്നതിന് വരുന്നത്. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണം നിങ്ങൾ അല്ലേ. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഷാത്തുറ പഠിച്ചില്ലേ, അപ്പൊ ഞാൻ എന്താണ്, ഷാത്തുറയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം, അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് വേണം പറയാന്. സോ ഇനി നമുക്ക് ഇത് നോക്കാം. സ്ക്രീൻ ചേഞ്ച് ചെയ്ത് കാണുന്നില്ലേ? സോ അപ്പോൾ എന്താണ്, ഹി ഈസ് ഫാസ്റ്റസ്റ്റ് അറ്റ് വർക്ക്. സോ ഹു വാസ് സെരിയർ ഫിഷോൾ. ഇനി ഷീ ഈസ് കംഫർട്ടബിൾ നൗ. ഹിയ മുർതാഹ അൽആൻ. മുർതാഹ അൽഹൈൻ അല്ലേ. കിട്ടിയില്ല. ഇപ്പൊ എന്തിനും എളുപ്പമായി ഇപ്പം അല്ലേ. ഇപ്പൊ കുട്ടി ഇങ്ങനെ ഉറങ്ങുകയാണ്, അപ്പൊ ഹസ്ബൻഡിന് ഉണ്ടാവും ഉറങ്ങുമ്പോ വന്നിട്ടൊരു സ്നേഹപ്രകടനം, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ആണോ? കുട്ടികൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴോ നല്ല രീതിയിൽ കളിക്കുമ്പോഴൊക്കെ ഉണ്ടാവും, ഇവരൊന്ന് പോയി എക്സ്ട്രീം ആക്കിയിട്ട് എന്ത് ചെയ്യും, ഒക്കെ ഇങ്ങോട്ട് കൊളാക്കിയിട്ട് പിന്നെ ബാക്കി നമ്മളെ ഏൽക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയണം, അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതെ ഉണ്ടാവാറുണ്ട്. അവര് ബ്ലഡിൽ ഉള്ളതാ തോന്നുന്നു അല്ലേ എല്ലാവർക്കും. അതാണ്. പിന്നെ അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ നിങ്ങൾക്ക് അത്ര സ്നേഹമുണ്ടെ കരയുമ്പോ നിങ്ങളൊന്ന് ശരിയാക്കി തരീന്ന് പറയും. കളിക്കുമ്പോ പോയിട്ട് എന്താകും, അത് കേട്ട് എക്സ്ട്രീം ആക്കിയിട്ട് പിന്നെ ഫുള്ള് പ്രശ്നമാക്കിയിട്ട് പിന്നെ ഓര് പോകും, പിന്നെ ഓരോ വഴിക്കേ കാണൂല. അപ്പൊ എന്താ നമ്മള് പറയണ എന്ത്, അവളിപ്പോ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയും, ഹിയ മുർതാഹ അൽഹീൻ. ഇല്ല, അവളിപ്പോ ഇപ്പൊ ഡോണ്ട് ഡിസ്റ്റർബ് നൗ. അപ്പൊ അതെങ്ങനെ പറയും? അപ്പൊ ഇങ്ങനെ പറയണം ഇനി ഹസ്ബൻഡിനോട്. ഡോണ്ട് ഡിസ്റ്റർബ്. ഡിസ്റ്റർബിന് എന്താ നമ്മൾ പറയാ? അറിയില്ല. ഡിസ്റ്റർബിന് യുസജാജ് എന്നാ പറയാ, യുസജാജ്. ഓക്കെ,
യുസാജ്. പക്ഷെ ഒരു പ്രയാസമാണ് അത് പഠിക്കാൻ, അല്ലേ? പക്ഷെ പുതിയ വേർഡ്സ് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിന്റെ ഏതാണ് യുസാജ്? ആ യുസാജ്, യുസാജ്. ഓക്കെ, അതായത് സായിജ്, സായിജ് എന്നാണ് ഡിസ്റ്റർബിന് പറയാ, സായിജ്. ഓക്കെ, അപ്പം ലാ തസഅജ്, ലാ തസഅജ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ഓക്കെ, ലാ തസഅജ് എന്ന് നിങ്ങൾ അമ്ര പഠിച്ചിട്ടില്ലല്ലോ, അത് നിങ്ങൾ പഠിക്കൂട്ടോ. അതായത് യു ഡിസ്റ്റർബ് ആണ് എന്ത്, തസഅജ്. ഓക്കെ, അപ്പം ലാ, ഡോണ്ട്, തസഅജ്, ഡിസ്റ്റർബ് ചെയ്യല്ലേ, നീ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓക്കെ, ഹാ, അവളെ. അറ്റാച്ച്ഡ് പ്രൊനൗൺസ് പഠിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, സോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. സോ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം ഐ ഡിസ്റ്റർബ് എന്നുള്ളത് എഴുതി വെച്ചോളൂ, നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ അറോഹ എന്നൊക്കെ പറയുന്ന പോലെ ഐ ഡിസ്റ്റർബ്. സോ ഐ ഡിസ്റ്റർബ് എന്നാവുമ്പോൾ എങ്ങനെ വരും അത്? അസഅജ്, അസഅജ്, അങ്ങനെ എഴുതി വെച്ചോളൂ, നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അസാജ്, അസഅജ്, അസഅജ് എന്ന് എഴുതിക്കോളൂ കേട്ടോ, അസഅജ്. അസറജ്, അസറജ് സംസാരത്തിലൊക്കെ ഒരു പെട്ടെന്നായിരിക്കും. സോ അത് ഡിസ്റ്റർബ് ആണ് അല്ലേ? അപ്പം അന അസറജ്, ഇൻത തസറജ്. ഓക്കെ, യു ഡിസ്റ്റർബ്. സോ എന്താണ് ഇപ്പം മോൾ എന്താണ്? ഹിയ മുർത്താഹ അൽഹൈൻ, ഇപ്പോൾ അവൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. ലാ തസറജ്, ലാ തസറജ് ഹാ, അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഹാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അവളെ എന്നതിന്. സോ നിങ്ങൾക്ക് ഒരു അടുത്ത പാഠം കൂടെ പഠിക്കുമ്പോൾ റെഡി ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ആണ് പഠിക്കുന്നത്, നമുക്ക് അറ്റാച്ച്ഡ് പ്രൊനൗൺസ് പഠിക്കാനുണ്ട്. അവളെ, അവനെ, അവൻ്റെ, അവളെ, അവളുടെ എന്നൊക്കെ ഉള്ളത്. സോ അതും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആവും. ഓക്കെ, സോ ഹിയ മുർത്താഹ അൽഹൈൻ. ഡൗട്ട് ഉണ്ടോ അയ്യിഷുക്കൂക്ക്? ഇല്ല, ഇത് വേർഡ്സിന്റെ ഒരു ഡൗട്ടുള്ളൂ, അത് ഇത് വൊക്കാബുലറി കുറച്ച് അറിയാത്ത. അറൂഹൊക്കെ പോലെ തന്നെ വിചാരിച്ചാൽ മതി, അസഅജ് അല്ലേ? സായൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയതായി തോന്നുകയാണ്. നമ്മൾ നെയിമൊക്കെ ഇടുമ്പോൾ എല്ലാവരും, ചിലവർ പറയുന്നത് സെഡ് ഉള്ള പേര് തന്നെ വേണം എന്ന്, അല്ലേ? അതായത് ആ സ്ട്രെസ് ഇങ്ങോട്ട് വരാനേ, അതുപോലത്തെ ഒരു വേർബാണിത്, അല്ലേ? അസാജ്, അസാജ്, അല്ലേ? ഡിസ്റ്റർബ്. ഇനി ഹോം, അല്ലേ? ദേ ആർ വെരി ഡേർട്ടി ആഫ്റ്റർ വർക്ക്. ഹും മറ വസഖാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം അവരാകുമ്പോൾ നമ്മൾ വസഹിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കണം? എൻഡില് പ്ലൂറൽ ആകുമ്പോൾ ഈൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, സോ ഹും വസഖീൻ മറ ബഅദ ശുഗ്ൽ, അല്ലേ? ബഅദിൻ ഖബലൊക്കെ അറിയാലോ അല്ലേ? അറിയാം. ഇനി നഹ്നു, വി ലിവ് ഇൻ എ ക്ലീൻ നെയ്ബർഹുഡ്. നഹ്നു നസ്കുൻ ഫി ഹയ്യ് നദീഫ്. ഹയ്യ് നളീഫ്, അല്ലെ? ഹയ്യ് നമ്മൾ പഠിച്ചു. ഇനി ഹയ്യ് എന്ന് ഓർമ്മ വേണം കേട്ടോ. ഹയ്യ് അല്ലെങ്കിൽ മിൻതക്ക എന്നും പറയും. ഓക്കെ, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാം മിൻതക്ക എന്ന് എഴുതിണ്ടാവുക, സാൻഡ് സ്റ്റോം ഏരിയ. ഓക്കെ, മിൻതക്ക അവാസിഫ് റംലിയ, അവിടെയൊക്കെ മിൻതക്ക എന്ന് എഴുതിണ്ടാവുക, ആ ഒരു ഏരിയ. അതുപോലെ ഹയ്യ് എന്നും പറയാം. ഓക്കെ, ഇനി യു ആർ സ്ട്രോങ് ബട്ട് ലിറ്റിൽ നെർവസ്, എങ്ങനെ പറയും? انت قوي لكن شوية nervous. എന്താണ്? അസബി, അസബി, عصبي شوية. അസബിയാണ് നെർവസ്. ഓക്കെ, അതുപോലെ നമ്മൾ മിത്വത്തിർ എന്നും പറയാറുണ്ട് നെർവസിന്. മിത്വത്തിർ എന്താണ്? متوتر. അന മിത്വത്ര, അന മിത്വത്രാലി ഇംതിഹാൻ, എക്സാമിന് വേണ്ടി ഞാൻ എന്താ നെർവസ് അബൌട്ട് എക്സാം. നമുക്കൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ആണ്. പെണ്ണാകുമ്പോൾ മിത്വത്ര എന്ന് പറയും. ഓക്കെ, അതും അറിയണേ. സംസാരത്തിൽ മിത്വത്ര എന്നൊക്കെ കേൾക്കും, അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണെന്നുള്ളത്. രണ്ടും പറയാറുണ്ട്, അസബിയും പറയാറുണ്ട്, മിത്വത്രയും പറയാറുണ്ട്. ഓക്കെ, മിത്വത്തിർ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയോ? മൂവി ക്ലിപ്സ് ഇല്ല. അത് കാണണം കേട്ടോ. ആ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? മുത്തവത്തിറും പറയാം, അസബിയും പറയാം. ഓക്കെ, പെണ്ണാകുമ്പോൾ അസബിയ, അല്ലേ? ടെൻഷന്, നെർവസ് ആയിട്ടൊക്കെ ഇരിക്കുന്നതിനൊക്കെ, നമ്മൾ സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് പറയാം എന്തേ? ഇപ്പൊ നിങ്ങൾക്ക് കുറേ വർക്ക് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? അന അസബിയ അൽഹീൻ, അല്ലേ? എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലെങ്കിൽ ഡോണ്ട് കം നിയർ ടു മീ. എങ്ങനെ പറയും ഡോണ്ട് കം നിയർ ടു മീ?
لا ഉം. تروح ഉം. قريبي. ഗരീബി അഹ്സൻത്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ലാ തഗ്രബ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. തഗ്രബ് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത് വരരുത് എന്നുള്ള രീതിയിലാണ്. ഗരീബിലേക്ക് തന്നെ ഇൻത തഗ്രബ് വരരുത് എന്നുള്ള രീതിയിൽ تقرب. അങ്ങനെയും പറയാം നമുക്ക്. ഓക്കെ, ലാ തഗ്രബ് ഉം. മിന്നി, എൻ്റെ അടുത്തേക്ക് വരരുത്. അതൊക്കെ യൂസേജിന് ഇട്ട് അത് എഴുതി വെച്ചോളൂ. അത് لا അടുത്തേക്ക് തന്നെ വരണ. تقرب. ലാ തഗ്രബ് മിന്നി. മിന്നി എന്ന് പറഞ്ഞാൽ എന്നിലേക്ക്. അപ്പം എൻ്റെ അടുത്തേക്ക്. തഗ്രബ് മിന്നി, ലാ തഗ്രബ് മിന്നി. ഓക്കെ, പെണ്ണോടാണെങ്കിൽ ലാ തഗ്രബീൻ മിന്നി, എൻ്റെ അടുത്ത് വന്ന് പോവരുത് പറയില്ലേ, അത് അതേപോലെ നിങ്ങൾക്ക് അറബിയിൽ പറയണമെങ്കിൽ ഇങ്ങനെ വേണം പറയാൻ. ഓക്കെ, അല്ല ലാ തെറൂഹ ഒന്നും പറയും. തെറൂഹ പറഞ്ഞാൽ പോവാന്നല്ലേ. പിന്നെ തീജി ഉണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് എന്താണ്, എൻ്റെ അടുത്തേക്ക് വന്ന് പോവരുത് എന്ന് പറയണമെങ്കിൽ ലാ തഗ്രബ് മിന്നി, മോനോടാണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടാണെങ്കിൽ. മോളോടാണെങ്കിൽ ലാ തഗ്രബീൻ മിന്നി, എൻ്റെ അടുത്തേക്ക് വന്ന് പോവരുത്. വാലേ, ക്ലിയർ ആണോ തുമാം? ക്ലിയർ. ഓക്കെ, തമാം. അപ്പോൾ പുതിയ കുറേ വേർഡ്സ് ഉണ്ട്, അതൊക്കെ എഴുതി വെക്കണേ. ഇൻഷാല്ലാ. നെക്സ്റ്റ്, യെസ്, എന്താണ് ഇപ്പം പെണ്ണിനോട് പറയാനെന്ത്? യു ലുക്ക് ബ്യൂട്ടിഫുൾ ടുഡേ. ഇന്തി ജമീല ഇന്തി ജമീല അല്യോം. അല്യോം, അല്ലെങ്കിൽ ജമീല ഷക്കിൽ. ആ ഒരു ഷക്കിലും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ജമീല ഷക്കിൽ അല്യോം. ഓക്കെ, നിന്റെ രൂപം, ഫേസിന് ഇൻഡിക്കേറ്റ് ചെയ്യാല്ലേ. നിന്റെ ആ രൂപം ഉണ്ടല്ലോ ഫുള്ള് ഓവറാൾ. ഓക്കെ, അപ്പം നിന്റെ നിന്റെ രൂപം എന്താണ്, നീ നിന്നെ കാണാൻ ഷക്കിൽ മറ ജമീല അല്യോം അല്ലെ, അല്ലെങ്കിൽ ഷക്കിൽ മറ ജമീല അല്യോം, ഷക്കിൽ ജമീല അല്യോം എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞു. ഇനി സോ പ്രൊനൗൺസ് പഠിച്ചു നമ്മൾ. പിന്നെന്ത് പഠിച്ചു? അഡ്ജക്റ്റീവ്സ് പഠിച്ചു. പിന്നെ അഡ്ജക്റ്റീവ്സും പ്രൊനൗൺസും കണക്ട് ചെയ്ത് പഠിച്ചു. ക്ലിയർ ആണോ വാലെ? കുല്ലു മൗളൂ വാലെ? വിഷയമൊക്കെ എല്ലാ വിഷയവും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കളേഴ്സ് ആണ് അല്ലേ. കളേഴ്സിന് എന്താ നമ്മൾ പറയാ? അൽവാൻ. അൽവാൻ അല്ലേ. കളറാണെങ്കിൽ ലൗൺ. ലോൺ. അപ്പം ലോണിന്റെ പ്ലൂറൽ ആണ് എന്ത്? അൽവാൻ, കളേഴ്സ് അല്ലേ. വെരി ഈസി ആണ്. പക്ഷെ ചെറിയൊരു കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കളേഴ്സിൽ മസ്കുലൈനും ഫെമിനൈനും ഉണ്ട്. ഓക്കെ, സോ റെഡിന് എന്താ പറയാ? അഹ്മർ. അഹ്മർ അല്ലേ. അപ്പം എന്താണ് അഹ്മർ മെയിലും ഹംറ ഫീമെയിലും. ഹംറ ഫീമെയിൽ. സോ നമ്മൾ പറയണത് ദ ബുക്ക് ഇസ് റെഡ്, എങ്ങനെ പറയും? അൽ കിതാബു അഹ്മർ. അൽ കിതാബ് അഹ്മർ, അൽ കിതാബ് അഹ്മർ. ഇനി ദ കാർ ഇസ് റെഡ്. സയ്യാറത്തു ഹംറ. യെസ്, വെരി ഗുഡ്. അപ്പൊ സയ്യാറ ഫെമിനൈൻ ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഹംറ എന്ന് യൂസ് ചെയ്യണം. സയ്യാറ അഹ്മർ എന്ന് യൂസ് ചെയ്യൂല അല്ലേ. അതുപോലെ ആപ്പിൾ ഇസ് റെഡ്. തുഫാഹ ഹംറ. ഹംറ അല്ലേ. തുഫാഹ ഫെമിനൈൻ ആയതുകൊണ്ട് ഹംറ. സോ മസ്കുലൈൻ നൗൺ ആണെങ്കിൽ നമ്മൾ അഹ്മർ എന്നും, ഫെമിനൈൻ ആണെങ്കിൽ നമ്മൾ ഹംറ എന്നും യൂസ് ചെയ്യും അല്ലേ. ആ ഒരു ചെറിയ ചേഞ്ച് ആണ്, നമ്മൾ പ്രാക്ടീസിലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ബ്ലൂന് എന്താ പറയാ? ബ്ലൂ അസ്റഖ്. അസ്റഖ്. അതിന്റെ ഫെമിനൈൻ ഫോം ആണ് സർക്ക സർക്ക. അല്ലെ. ആ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എൻഡിലൊരു ആ എന്നുള്ള ഫസ്റ്റത്തെ ആ മാറ്റിയിട്ട് എൻഡിൽ ആ അല്ലേ. അഹ്മർ, ഹംറ, അതുപോലെ അസ്റഖ്, സർക്ക. ഓക്കെ, സോ ദ ഷർട്ട് ഈസ് ബ്ലൂ. ഗമീസ്. അസ്റഖ് അല്ലേ. അൽ ഗമീസ് അസ്റഖ്. ഇനി സോഫ, സോഫ ഇസ് ബ്ലൂ. സോഫക്ക് കനബ എന്ന് പറയാം. കനബ. കനബ. കനബ സർക്ക. സർക്ക, കാരണം ഫെമിനൈൻ ആണ് കനബ അല്ലേ. ബ ആ എന്നുള്ള സൗണ്ടിലാണ്. ഓക്കെ, സോ അസ്റഖ്, സർക്ക. ഇനി യെല്ലോ ആണ് അസ്ഫർ. അസ്ഫർ. അസ്ഫർ, സഫ്ര. സഫ്ര അല്ലെ. യെല്ലോ സിഗ്നൽ ഒക്കെ ഉണ്ട് നമുക്ക് അല്ലേ. സോ അസ്ഫർ. സോ എന്താണ്, ബാഗ് ഇസ് യെല്ലോ. അൽ ഹക്കീബ സഫ്ര. സഫ്ര. സോ ബാഗ് ഫെമിനൈൻ ആയതുകൊണ്ട് സഫ്ര. ഇനി ഗ്രീൻ ആണ് എന്ത്? അഹ്ലർ. സോ അതിന്റെ ഫെമിനൈൻ ആണ് ഖൗറ.
خضراء. Okay, so the chair is green. الكرسي أز أزرق. അഹ്ലർ അഹ്ലർ أحلر അഹ്ലർ أحلر ഗ്രീന് അഹ്ലർ ആണ് കേട്ടോ. സോ അതിന്റെ ഫെമിനൈൻ أحلر ഹലറ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ബ്ലാക്ക് എന്താണ്? حمراء أسود അസ്വദ് ഫെമിനൈൻ سوداء. സൗദ. സോ ദ ടേബിൾ ഇസ് ബ്ലാക്ക്. ടേബിൾ طاولة ത്വാവില. طاولة طاولة أسود. അസ്വദ് അല്ല, لا ത്വാവില ഫെമിനൈൻ سوداء ആയതുകൊണ്ട് സൗദ. سوداء ഓക്കെ. ഇനി അബിയൽ എന്താണ്? white വൈറ്റ് അല്ലേ. എഗ്ഗിന് എന്താ, മുട്ടക്ക് എന്താ പറയാന്നറിയോ? بيل ബൈലോ. ബൈലോ ആണെന്ത്? മുട്ട അല്ലേ, അല്ലെങ്കിൽ بيضاء ബൈല് പ്ലൂരല് ബൈല്. ഓക്കെ. ബൈലോ എന്ന് പറയുമ്പം ഒരു മുട്ട. ഓക്കെ. ബൈലോ എന്ന് പറയുമ്പം പ്ലൂരല്. സോ അബിയൽ അല്ലേ, അബിയൽ വൈറ്റ് ആണ്. അത് തന്നെയാണ് ഈ മുട്ടയും. മുട്ട വൈറ്റ് ആയതുകൊണ്ടായിരിക്കാം മുട്ടക്ക് എന്ത് പറയാം, ബൈലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കൂടാവും പഠിക്കുക. ഓക്കെ. സോ അബിയൽ ബൈലോ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ഗ്രേ ആണെന്ത്? റമാദി. റമാദി. സോ ഗ്രേ എൻഡ് ചെയ്യുന്നത് رمادي ഇ എന്നുള്ള സൗണ്ടിലാണ് അല്ലേ. സോ അപ്പം അതിന്റെ ഫെമിനൈന് റമാദിയ എന്നാകും. റമാദിയ. ഓക്കെ. റമാദി വേറെ പാറ്റേൺ. പാറ്റേൺ. ഇനി പാറ്റേൺ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. റമാദി റമാദിയ. ഇനി ബ്രൗൺ ബുന്നിയാണ്. അതിന്റെ ഫെമിനൈൻ ബുന്നിയ. മനസ്സിലാവുണ്ടോ? ബുന്നി ബുന്നിയ. റമാദി റമാദിയ. ഓക്കെ. ബ്രൗൺ ആണ് കേട്ടോ ബുന്നിയ. ഇനി പിങ്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ. പിങ്ക് എന്താണ്? വർദി വർദി. വർദി. ഓക്കെ. റോസിന് നമ്മൾ എന്ത് പറയും? വർദ്ധ എന്ന് പറയില്ലേ. റോസ് പിങ്ക് ആയതുകൊണ്ട് വർദ്ധ എന്ന് പറഞ്ഞാൽ റോസ് ആണ്. സോ പിങ്കും വർദ്ധി. ഓക്കെ. അതിന്റെ ഫെമിനൈന് വർദ്ദിയ. വർദിയ. ഓക്കെ. നൗ ഓറഞ്ചസ് ബുർത്തുക്കാലി. ബുർത്തുക്കാലി. ഓറഞ്ചിനും ബുർത്തുക്കാലി തന്നെ പറയാം അല്ലേ. ബുർത്തുക്കാൽ. സോ ബുർത്തുക്കാലി ബുർത്തുക്കാലിയ. ഓക്കെ. നെക്സ്റ്റ് പേർപ്പിൾ ആണെന്ത്? ബെനഫ്സജി. ബെനഫ്സജി ആണെന്ത്? പേർപ്പിൾ. ബെനഫ്സജിയ. ബനഫ്സജി. ബെനഫ്സജി. ഇനി ഗോൾഡൻ കളറിന് എന്താ പറയാ അറിയോ? ذهب ഗോൾഡ്. ദഹബി. അപ്പൊ ദഹബി ഗോൾഡ്. ഓക്കെ. ദഹബിയ. ذهبي. ഇനി പിന്നെ സിൽവർ ആണ് ഫില്ലി. ഫില്ലി. അല്ലേ. എങ്ങനെയാ പറയാ? മൈ വാച്ച് ഈസ് സിൽവർ. ساعتي فضية. സാഅത്തി ഫില്ലിയ. ഓക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ അതും പഠിച്ചു. സോ ഇനി യുഷുക്കു കൈന്ദക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?